ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ തേജസ് ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലുകൾ എങ്ങനെ ഭംഗിയായി സൂക്ഷിക്കാം എന്നതാണ്. അപ്പോൾ നമ്മുടെ മുഖം പോലെ തന്നെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ കാലുകൾ, അല്ലേ? നമ്മുടെ പാദങ്ങൾ എപ്പോഴും വളരെ സുന്ദരമായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, കാല് നോക്കിയാൽ ഒരാളുടെ വൃത്തി നമുക്ക് അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വളരെ മുഖം നല്ല വൃത്തിയായി നല്ല മേക്കപ്പ് ഇട്ടു, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള മുഖമാണ്, പിന്നെന്താ നല്ല വസ്ത്രം ധരിച്ചു, പക്ഷെ എന്നാൽ ഉള്ള ഒരാളെ നമ്മൾ കാണുകയാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ അവരുടെ കാലിലേക്ക് നോക്കുമ്പോൾ ഒട്ടും വൃത്തിയില്ലെങ്കിൽ പിന്നെ അവർ ഈ ചെയ്തതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ നമ്മൾ അവരെങ്ങനെ വിലയിരുത്തുക? ഓ, ഈ കുട്ടിക്ക് അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ് എന്ന് പറയും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാലുകളും വളരെയധികം നീറ്റായി നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ കാലുകൾ എങ്ങനെയാണ് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക? അപ്പോൾ എനിക്കൊരു സംശയം വന്നു, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ബ്യൂട്ടി പാർലറിലും മറ്റും പോയി പെഡിക്യൂറൊക്കെ ചെയ്യണ്ടേ എന്ന്. അപ്പോൾ എൻ്റെ അനിയത്തി വന്ന് പറഞ്ഞു, ചേച്ചി അതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നോക്കാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ഉള്ള നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് പെഡിക്യൂർ ചെയ്യുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കുറച്ച് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളേ ഇതിലുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആദ്യം കുറച്ച് ചൂടുവെള്ളം വേണം, പിന്നെ ഒരു ഷാമ്പൂ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, കുറച്ച് പഞ്ചസാര, ഒരു നാരങ്ങ, ശകലം ഉപ്പ്, പിന്നെ ഒരു ബ്രഷും നെയിൽ കട്ടർ, അങ്ങനെ ഉള്ള സാധനങ്ങളുമാണ് ഇവിടെ കാണുന്നത്. അത് നമ്മളെടുത്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ കാലുകളാണ്. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു ഹാഫൊക്കെ മതിയാവും. അത് പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് പിന്നെ ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ്. ആ വെള്ളത്തിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷാമ്പൂ ഇല്ലേ, ഒരു പാക്കറ്റ് ഷാമ്പൂ, അത് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് മുഴുവനായിട്ടും അതിലൊഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത വെള്ളത്തിൽ നമ്മുടെ കാലുകൾ ഒരു 5 മിനിറ്റ് മുക്കി വയ്ക്കണം. അങ്ങനെ 5 മിനിറ്റ് നന്നായിട്ട് നമ്മുടെ കാലുകൾ ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം ആ നാരങ്ങ, നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച നാരങ്ങ തന്നെയാണ്, അതെടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ നഖങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ബ്രഷ് എടുക്കുക, എന്നിട്ട് നന്നായി ഉരച്ച് വീണ്ടും നഖത്തിനെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ശേഷം
ഇപ്പോൾ അവളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കോഫി പൗഡറില്ലേ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് കാല് നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നന്നായി നമ്മുടെ കാല് വൃത്തിയാവും, അതുമാത്രമല്ല നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു. എന്നിട്ട് കാല് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. അങ്ങനെ നല്ല ഇപ്പം നമുക്കൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം കാല് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് കാലിലൊക്കെ നമുക്ക് എന്താ വേണമെങ്കിൽ നെയിൽ പോളിഷ് ഇടാം, അല്ലെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം അവളെനിക്ക് നെയിൽ പോളിഷൊക്കെ ഇട്ട് കുറച്ചുകൂടി ഭംഗിയാക്കി തരികയാണ് കേട്ടോ.